ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലെ ബ്രെഡും മുട്ടയും ഇരിപ്പുണ്ടോ? എന്നാലേ വേഗം എടുത്തിട്ട് വായോ, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പിസ്സ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഈ ഒരു പിസ്സ വെറും 10 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണണേ. പിസ്സ ഉണ്ടാക്കാനേ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട മറ്റു 2 ഐറ്റംസാണ് ചീസും മയണൈസും. ആദ്യം തന്നെ പിസ്സയിലേക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കിയെടുക്കാമേ. ഞാനിവിടെ വീട്ടിലെ മയണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. 2 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളക്കരവും മഞ്ഞക്കരവും ഒന്ന് വേർതിരിച്ചെടുക്കാം. പുഴുങ്ങിയെടുത്ത മുട്ടയുടെ വെള്ള മാത്രമാണ് കേട്ടോ ഞാൻ മയണൈസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. വീട്ടിൽ മയണൈസ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ മുട്ടയുടെ വെള്ള മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ ആ ഉള്ളിലെ അല്ലിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ മയണൈസിന് അധികം എരിവ് ഉണ്ടാകില്ല കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 സ്പൂൺ ഓയിലാണ്. അതിനുശേഷം 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൂടാതെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സി പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കറക്കിയെടുത്താൽ മതിയാകും. നല്ല ഫ്രഷ് ഹോം മെയ്ഡ് മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് കളർ മയണൈസാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വറ്റൽമുളക് ചേർക്കണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് പിസ്സ തയ്യാറാക്കാം. പിസ്സ തയ്യാറാക്കാനേ ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബ്രെഡ് പീസസ് ഒക്കെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിലാണ് പിസ്സ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാലേ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പീസ് വേണം കേട്ടോ എടുക്കാൻ. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്രൈയിങ് പാനിലാണ് കേട്ടോ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഈ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 8 പീസ് ബ്രെഡാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് പിസ്സയുടെ മേലെ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആവശ്യമുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, തക്കാളി ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി എടുക്കുമ്പോഴേ അതിൻ്റെ ഉൾഭാഗത്തെ കുരൊക്കെ കളഞ്ഞതിന് ശേഷം പുറംഭാഗം മാത്രം നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. മുട്ടയും ഉപ്പും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പാനിലേക്ക് ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വശം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്നൊരു പിസ്സ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ബ്രെഡും മുട്ടയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടും സ്കൂളിലേക്ക് ഇത് കൊടുത്തു വിടാം. ഇവിടെ കുട്ടികൾക്ക് പിസ്സ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പിസ്സ എന്ന് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ്. ബ്രെഡ് പീസസ് 2 വശവും നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് പീസസിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കണേ. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ ഓംലെറ്റോ പിസ്സയൊക്കെ മറിച്ചിടുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, മറിച്ചിടാൻ നോക്കിയപ്പം കയ്യിന്ന് പാളിപ്പോയി. വീഡിയോ എടുക്കണ്ടല്ലോ എന്നുള്ള ടെൻഷനിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ അബദ്ധം പറ്റണേ. എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചു, കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ടേ. 2 വശവും നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുക. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. 1-1.5 സ്പൂൺ മയോണൈസ് മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളേ. ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചീസ് സ്ലൈസ് ആണ് കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്.
എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വശവും വെന്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് പിസയുടെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. തക്കാളിക്ക് പകരം ചുവന്ന ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാകും. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ വിതറി കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണേ. നമ്മളുടെ ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി പിസ്സ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ, പിസയൊക്കെ കൂട്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.